LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പം കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശബ്ദമുയർത്തിയതും നാട്ടിൽ സമരം നടന്നതുമായൊരു പശ്ചാത്തലമുണ്ട്. അത് പെട്രോളിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. സാർ, അദ്ദേഹം അത് പറഞ്ഞൊരാളെന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്ത മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? കൂടിയായ മുൻ ധനകാര്യമന്ത്രി കൂടിയായ ശ്രീ ബാലഗോപാൽ, അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് പ്രാവശ്യം നികുതി വർധനവുണ്ടായപ്പോൾ ഇത് കുറയ്ക്കണം, ഇതിനകത്ത് ഒരു ഭാഗം നിയമസഭയുടെ റെക്കോർഡുണ്ട്, ഒരു ഭാഗം നികുതി മുഴുവൻ ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്. ഒരു ഗവൺമെന്റിന് ഒഴിവാക്കാൻ പറ്റില്ല. കൂടിയ നികുതിക്ക് സംസ്ഥാനത്തിന് അധികമായി കിട്ടിയ വരുമാനത്തിലെ ഒരു ഭാഗം ഇതുകൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക്, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്, ടാക്സി ഡ്രൈവർമാർക്ക്, അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഇളവ് വരുത്താൻ കഴിയുമോ എന്ന് ഗവൺമെന്റ് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങളത് പറയാൻ കാരണം അതിനു മുൻപ് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ പെട്രോളിന് 4 തവണയും ഡീസലിന് 2 തവണയും അധിക നികുതി വരുമാനം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇതിലൂടെ പെട്രോളിൽ നിന്നും 375.75 കോടി രൂപയും ഡീസലിൽ നിന്നും 243.42 കോടി രൂപയും അന്നത്തെ സർക്കാർ 2011 മുതൽ 2016 വരെയുള്ള സർക്കാർ വേണ്ടെന്ന് വെച്ചു. അതായത് മൊത്തം 619 കോടി രൂപ വേണ്ടെന്ന് വെച്ചു. ആ പശ്ചാത്തലത്തിലാണ് പിന്നീട് വന്ന ഗവൺമെന്റിന്റെ കാലത്ത് 2016 മുതൽ 2025 ജനുവരി 31 വരെ ഈ ഡീസൽ പെട്രോളിന്റെ വില വർധനവിന്റെ ഭാഗമായി, അതായത് ഡീസൽ ഇനത്തിൽ 1617 കോടി രൂപയും പെട്രോൾ ഇനത്തിൽ 1466 കോടി രൂപയും ഉൾപ്പെടെ കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. 1 രൂപ കുറച്ചിട്ടില്ല, 1 രൂപ കുറച്ചിട്ടില്ല. ഞാനിത് അധിക നികുതി വരുമാനം ഉണ്ടായപ്പോൾ അതിൽ നിന്നൊരു തുക, ഒരു പെർസെൻറ്റേജ്, എൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് എടുത്തിട്ട് ടാക്സി ഡ്രൈവർമാരെയും അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സഹായിക്കണം എന്ന് പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് പറഞ്ഞ മറുപടി സഭാരേഖകളുണ്ട്. അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല എന്ന് പറഞ്ഞു. നികുതി കുറയ്ക്കുന്ന നികുതി ഈ റെക്കോർഡിലുണ്ട്, റെക്കോർഡിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിന്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പൊ ഉപദേശിച്ചത്? അതാണ് ചോദ്യം, അതാണ് എന്റെ ചോദ്യം.